ഒരുപാട് സമയം എടുക്കുമോ? ഇല്ലടാ, ഇപ്പൊ വരും. നീ എന്താടാ ബാങ്ക് വല്ലതും കൊള്ളടിക്കാൻ പോവാണോ? അതിനിത്രയും പാടില്ല. ലേഡി സ്മോക്കിംഗ് നാട്ടാരെതിരാ. തമിഴ്നാട് കേരള ബോർഡറിൽ ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമ്മൾ ചെയ്ത കേസ് സ്റ്റഡി വെച്ച് അത് ഉറപ്പിക്കാൻ കഴിയില്ല. മോറോവർ അതിൽ പലരും നോർത്ത് ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് വല്ല ക്രിമിനൽസ് ആണ്. ഇത്തരം ഒരു പാറ്റേൺ ഇറ്റ്സ് സ്ട്രേഞ്ച്. കയറുന്ന വീട്ടിൽ എല്ലാവരെയും ബ്രൂട്ടലായി മർഡർ ചെയ്യുക, എന്നിട്ട് അതേ വീട്ടിൽ ദിവസങ്ങളോളം സ്റ്റേ ചെയ്യുക. നോർമൽ ആയിരിക്കില്ല, ഡ്രഗ്സ് ആയിരിക്കും. ഡ്രഗ്സ്. എന്തോ നോക്കണേ? സിഗരറ്റ് ആണ്. ദാ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് നോക്കണ കണ്ട? അവന്മാരും വലിക്കുക, പക്ഷെ നമ്മൾ വലിക്കാനാണ് പ്രശ്നം. നമസ്കാരം സാർ. നമസ്കാരം ചേട്ടാ. വേണ്ട വേണ്ട ശരി. ഗുഡ് മോർണിംഗ്. മേഡം എന്നിട്ട് കുറച്ചു തരാം. ഇല്ലില്ല. ഇത് ഇന്നലെ വന്നൊരു കേസാ. ഒരു ബംഗാളി വിഷം അടിച്ചതാ. ഇതിവിടെ സ്ഥിരമാണ്. പഴയ പോലെ ഒന്നും നടക്കില്ല മേഡം. അതുകൊണ്ടാണ് ഞാൻ മേഡത്തിനോട് നേരിട്ട് വരാൻ പറഞ്ഞത്. അത് കുഴപ്പമില്ല. കേസ് നോക്കിയത് അശ്വൻ സാറാണ്. കൊലപാതകം നടന്നിട്ട് 7 ദിവസമായി. 3 പേരുടെ തലയിലും വളരെ ആഴത്തിൽ ചുറ്റിക പോലുള്ള ആയുധം വെച്ച് അടിച്ച പാടുണ്ട്. മേഡം അന്ന് വന്ന് ആ ഡീറ്റെയിൽസ് ചോദിച്ച കേസില്ലേ, അതുപോലെ സെയിം ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. 1-2 ഫോട്ടോസ് ഉണ്ട്, ഞാൻ മേഡത്തിന് അയച്ചു തരാം. ശരി, താങ്ക്സ് അണ്ണ. ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഓക്കെ, വൈഫിന്റെ നമ്പർ തന്നെ അയച്ചാൽ മതി. ഓക്കെ മേഡം, ബൈ. ഓക്കെ. 25 നവംബർ 2021 രാത്രി കൊല്ലപ്പെട്ടത് ജോൺ ലൂക്ക്, മേരി, അവരുടെ മകൾ സ്റ്റെഫി. ഡിസംബർ 2, 2021 രാത്രി കൊല്ലപ്പെട്ടത് സുഗു, ഷീബ, പിന്നെ അവരുടെ 9 വയസ്സായ മകൾ. ജോൺ ലൂക്ക് മർഡർ പോലെ തന്നെ ഇവിടെയും കില്ലറിന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി സെയിം ആണ്. ഒരിക്കലും കണ്ടെത്തുകയില്ല എന്ന ഉറപ്പിൽ ഇരുട്ടിന്റെ കോണിൽ എവിടെയോ മറഞ്ഞിരുന്ന് ക്രൈം ചെയ്യുന്ന ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത്. അയാൾ എപ്പോഴെങ്കിലും എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നൊരു ദിവസം വരും. അന്ന് ഞാനും എല്ലാ സാധാരണ മനുഷ്യരെയും പോലെ അവനെ കണ്ട് തിരിച്ചറിയാതെ കടന്നു പോവുമായിരിക്കും. ഹലോ, ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. GMR സ്റ്റോറി വായിച്ചെന്നോ, ഔട്ട്സ്റ്റാൻഡിംഗ് ആണെന്നോ, നെക്സ്റ്റ് വീക്ക് ഓൺവേഴ്സ് ആർട്ടിക്കിൾ പബ്ലിഷ് ആണെന്നോ എന്നൊക്കെ കേട്ടു. സത്യം പറ, ഓക്കെ ആയോ? യെസ് ഓഫ് കോഴ്സ്. ഒഫീഷ്യൽ റിപ്പോർട്ട് ഇപ്പോൾ വരും. യെസ്, കൺഗ്രാറ്റ്സ്. എന്നാ പറ, ചെലവെപ്പോ ചെയ്യും? ഫിക്സ് ചെയ്തോ? ഡൺ ഡീൽ. അപ്പൊ നാളെ ഫിക്സ്. നെറ്റ്ഫ്ലിക്സ് കുഞ്ഞവിടെ വാച്ചിങ് സീരീസ്. വാട്ട് എൽസ്? അടുത്ത വീട്ടിലെ കുട്ടിയില്ലേ ആമി, അവളെ അമ്മച്ചിയെ വഷളാക്കുന്നത്. ഞാൻ അന്വേഷിച്ചെന്ന് പറയട്ടോ. പറയാം, നാളെ കാണാം. ബൈ. ശരി, ബൈ. ഗ്രേസ് മോൾ, നെറ്റ്ഫ്ലിക്സ് യുവതി തിരക്കിലാണോ? ഇപ്പൊ കുറച്ച് തിരക്കില്ല. ജെനി മോളെ, ചേച്ചി ഒരു 10 മിനിറ്റ്, ലാസ്റ്റ് എപ്പിസോഡ് ഇപ്പൊ തീരും. എന്റെ പൊന്നോ, ഒരു 5 മിനിറ്റ്. അതെ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇപ്പൊ ചെയ്ത ആർട്ടിക്കിൾ ഓഫീസിൽ അഗ്രി ചെയ്ത് കാണും, അത്രയല്ലേ ഉള്ളൂ. പ്ലീസ് ചേച്ചി പ്ലീസ്. ഇതാ വെച്ചോ. ജെനി മോളെ, പിണങ്ങല്ലേ മോളെ? എന്താ മോളെ? അറിയാമെങ്കിലും ഒന്നുകൂടെ കേട്ടല്ലോ, എന്താ കുഴപ്പം? മോള് പറ, അച്ഛമ്മ കേക്കാം. സർപ്രൈസ് ഒക്കെ അങ്ങ് പോയി. സർപ്രൈസ് പോയോ? ബ്രില്യൻ ഗേൾ, വേൾഡൻ അല്ലേ? വെൽക്കം. വേണ്ട, സോപ്പൊന്നും വേണ്ട. പിന്നെ എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തോണ്ട്
ഇറ്റ്സ് ഓക്കെ. ആ നാളെ ഷുഗർ ഇല്ലാത്ത എന്തെങ്കിലും മേടിച്ചു തരാം കേട്ടോ. വേണ്ടേട്ടോ. പോയിക്കോ, പോയി കണ്ടോ. നീ 10 മണി പരീക്ഷയാണ്, പോയിക്കോണം. ഇല്ല ചേച്ചി 10 മിനിറ്റ് ഇതേ കഴിഞ്ഞു. നമ്മളിട്ടു കാണാം കാണാം. ബോഡിക്ക് 7 ദിവസം പഴക്കമുണ്ട്. തലയ്ക്ക് പിന്നിലേറ്റ അടി അത് പഴയ ലൂക്ക മർഡർ കേസ് പോലെ തന്നെ നല്ല ഡീപ്പാக അടിച്ച് സ്കൾ ഫുള്ളാக പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്പോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത സിഗരറ്റ് ബഡ്സ് அதோட DNA டெஸ்ட் எல்லாம் பண்ணியாச்சு. பழைய மர்டர் போல் எல்லாமே டிஃப்ரெண்ட்டாக இருக்குது. நம்ம அங்கேருந்து கலெக்ட் பண்ண ஒரு ஃபிங்கர் பிரிண்ட்டு ப்ரீவியஸாக ஒரு மர்டரோட மேட்சாக இருக்குது. ஆனால் ക്രൈം റെക്കോർഡ്സിൽ ഒരു പ്രതിയുമായി മാച്ച് അല്ല. എങ്ങനെ മാച്ച് ആക്കാനാണ് സാർ? കഴിഞ്ഞ ആഴ്ച കൂടി ID പ്രൂഫ് ഇല്ലാതെ 7 തമ്പാനത്ത് പൊക്കി. ഉച്ചയ്ക്ക് ബിരിയാണി മതിയോ സാർ? പടോ സോറി സാർ. സാർ ബൈ ദ വേ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അവിടെ ടോയ്ലറ്റിൽ നിന്ന് കളക്ട് ചെയ്ത സാമ്പിൾ അത് വളരെ ഫ്രഷ് ആയിരുന്നു. വിച്ച് മീൻസ് നിങ്ങൾ സ്പോട്ടിൽ എത്തുന്നതിന് മുമ്പ് വരെയും അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സാർ മീഡിയ ഓരോന്ന് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു ലീഡ് ഇന്ന് തന്നെ കണ്ടെത്തണം. സാർ ഒരു കാരണവശാലും പോലീസ് വഴിയല്ലാതെ ഒരു ഇൻഫർമേഷനും ജനങ്ങളിലേക്ക് എത്താൻ പാടില്ല. അവർക്കിടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇലക്ഷനാണ് വരുന്നത്. വി കാണ്ട് ഡു എനിത്തിങ്. യെസ് സാർ. കില്ലറിൻ്റെ അടുത്തുനിന്ന് കരുതുന്ന ഒരു സാമ്പിള് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് സാർ. CRB ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഒരു കൺഫർമേഷൻ വന്ന ക്രൈം റെക്കോർഡ്സിലുള്ള ക്രിമിനൽ ആരെങ്കിലാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സാർ. എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിന്റെ ടേബിളിൽ ഉണ്ടാവണം. ഓക്കെ സാർ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഷുവർ സാർ. കമ്മീഷണർ ഐസക് സാറാ. പുള്ളിക്കും മുകളിൽ നല്ല പ്രഷറുണ്ട് സാർ. ഇതിലിപ്പോൾ ഒരു സീരിയൽ കില്ലിംഗ് പാറ്റേൺ ഉള്ളതായി സാറിന് തോന്നുന്നുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ്. ഒരു മൂന്നാമതൊരു മർഡർ കൂടെ ഉണ്ടായാൽ നമുക്ക് ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. താങ്ക് യു സാർ.